ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം കേൾക്കും. വോട്ടർമാരെ കൂട്ടമായി ഒഴിവാക്കിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം. എന്നാൽ ശുദ്ധീകരണ പ്രക്രിയയാണ് നടക്കുന്നതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോടതിയിലെ ഹർജിക്കാരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളും എത്രത്തോളം നിർണായകമാണ്? കെ.പി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഹർജികളാണ് കോടതി ഒരുമിച്ച് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ കേസിന്മേൽ കോടതിയിൽ വാദം കേട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മറ്റ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. രാജ്യത്ത് വോട്ടവകാശമില്ലാത്ത ആളുകൾ, അനധികൃതമായും വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റിയിട്ടുള്ള ആളുകൾ, ഇവരെയെല്ലാം പുറത്താക്കിക്കൊണ്ട് അവരെയെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള നടപടികൾ മാത്രമാണ് ബീഹാറിൽ സ്വീകരിച്ചതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് മുൻപാകെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഹർജിക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വാദങ്ങൾ കഴിഞ്ഞ ദിവസവും സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു. അതായത് 65 ലക്ഷത്തിലധികം ആളുകളെയാണ് ഒറ്റയടിക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. അതിൽ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ കോടതിക്ക് മുൻപിലേക്ക് വെച്ചു. ഒപ്പം ആധാർ കാർഡ് ഉള്ള ആളുകളെ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്ന ചോദ്യവും കോടതിക്ക് മുൻപാകെ വന്നപ്പോൾ, എന്നാൽ ആധാർ കാർഡ് പൗരത്വ രേഖയായി കണക്കാക്കാനാകില്ല എന്ന വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൃത്യമായ പരിശോധന പ്രാദേശിക തലത്തിൽ നടത്തിക്കൊണ്ടാണ് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നത്. ഈ പ്രക്രിയ എല്ലാ സംസ്ഥാനങ്ങളിലും, തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മുൻപോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ, തീവ്ര പരിഷ്കരണത്തിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വോട്ടർ പട്ടികയിന്മേൽ എന്താണ് ക്രമക്കേട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവസരം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ തീവ്ര പരിഷ്കരണം എന്ന നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടോ അതിൻ്റെ ക്രമക്കേടുകൾ എന്താണെന്ന് ചൂണ്ടിക്കാട്ടിയോ പരാതി നൽകിയിട്ടില്ല. അതാണ് ഇത്. എവിടെയാണോ ഈ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടത്, അതിന് പരിഹാരം കാണേണ്ടത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരം കാണേണ്ടത്, അത്തരം അധികൃതരുടെ മുൻപിലേക്ക് ഒരു പരാതിയും നൽകാൻ കോൺഗ്രസോ RJDയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയും തയ്യാറായിട്ടില്ല എന്നുള്ളത് അതിലെ മറ്റൊരു വസ്തുതയാണ്. ഏതായാലും കേസിന്മേൽ ഇന്നും വാദം പുരോഗമിക്കും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കൂടാതെ ജോയ്മല്യ ബാഗ്ജി എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള വാദങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു. ബീഹാറിൽ മാത്രമല്ല, ഈ തീവ്ര പരിഷ്കരണ നടപടികൾ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അതേസമയം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കുന്നതിന് നേരിട്ട് കാണാൻ അവസരം നൽകിയിരുന്നു. 30 പ്രതിപക്ഷ എംപിമാരെ കാണാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആ അവസരം തട്ടിക്കളഞ്ഞുകൊണ്ട് മുഴുവൻ പ്രതിപക്ഷ എംപിമാരെയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഒരു മാർച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്ക് രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ, പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തുനിന്ന് നടത്തിയത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രതിപക്ഷ നിരയിലെ 30 എംപിമാർ വരൂ, നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാം, അതിനുള്ളൊരു സൗകര്യം ഒരുക്കിയപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ആ അവസരം ഇല്ലാതാക്കിക്കൊണ്ട് മുഴുവൻ എംപിമാരെയും ഒരുമിച്ച് കാണണം എന്നുള്ളത്. അതായത് 200-250 എംപിമാരെ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും എംപിമാരെ എങ്ങനെയാണ് ഒരുമിച്ച് ഒരു സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച അട്ടിമറിച്ചുകൊണ്ടായിരുന്നു കമ്മീഷൻ്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഓഫീസിന് മുൻപിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ, പ്രതിപക്ഷ എംപിമാർ മാർച്ച് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഏറ്റവും ഒടുവിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് മുൻപിലേക്ക് ഈ കേസ് എത്തിയിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നിരീക്ഷണങ്ങളും അന്തിമ വിധിയും ഉണ്ടാകും എന്നുള്ളതും ഏറെ നിർണായകമാകും. സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. ജിഷ്ണു ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.